Students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം വാല്യൂ ഓഫ് മണി റിസൾട്ട്സ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ശരിക്കും ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ഒരു ടോപ്പിക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. വെൻ മണി ഈസ് ബോറോഡ്, നമ്മൾ പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങിയ വ്യക്തി എപ്പോഴും പീരിയോഡിക്കലായിട്ട് ഒരു ഫീ, അത് ആരാണോ നൽകിയത് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആ ഫീസിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം കടം വാങ്ങിയ പൈസയ്ക്ക് കൊടുക്കുന്ന ചാർജിനെയാണ് ഇൻട്രസ്റ്റ് എന്നും പറയാം. ഇറ്റ് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ബോറോഡ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. സാധാരണ നമുക്ക് ഈ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? നമ്മൾ എത്ര എമൗണ്ട് ആണോ കടം വാങ്ങിയത് അതിന്റെ ഒരു നിശ്ചിത ശതമാനം, ഒരു പെർസെൻറ്റേജ് അവർ പറയും, അതിന്റെ 10%, 5% എന്ന് പറയും. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ ഒരു നിശ്ചിത ശതമാനത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റും ആവാം, കോമ്പൗണ്ട് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലെ കാൽക്കുലേഷൻസ് നോട്ട് ചെയ്യുക. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇത് നമുക്ക് ഏൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ എപ്പോൾ മാത്രമായിരിക്കും? ഓൺലി ഓൺ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണോ ബോറോ ചെയ്തത് ആ ഒരൊറ്റ എമൗണ്ടിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ഫോർ ഈച്ച് പീരീഡ്. എല്ലാ വർഷവും നമ്മൾ ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ കടം വാങ്ങിയാൽ എല്ലാ വർഷവും ഒരു 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അത് ഒരിക്കലും വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈക്വൽ ടു PRN. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ P പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. എ സ്റ്റുഡൻറ് പർച്ചേസസ് എ കമ്പ്യൂട്ടർ ബൈ ഒബ്റ്റെയിനിങ് എ ലോൺ ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു ലോണ് ഒരു സ്റ്റുഡൻറ് എടുത്തിരിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ വില 50,000 ആണ്. അതിന്റെ ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. അത് റീപേ ചെയ്യേണ്ടത് 2 ഇയേഴ്സിലാണ്. ഇഫ് ദ ലോൺ ഈസ് ടു ബി റീപേഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 വർഷത്തിനുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ്, എത്ര രൂപ ഈ 2 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 വർഷത്തിന് ശേഷം എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ I ഈക്വൽ ടു PRN ആണ് ഇക്വേഷൻ. ഇവിടെ P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 50,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 2 ഇയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക്